സൗഹൃദം സ്ഥാപിച്ച് തട്ടിപ്പ്. പാലക്കാടാണ് സൗഹൃദം സ്ഥാപിച്ച ഉദ്യോഗസ്ഥനെ കബളിപ്പിച്ച് 20 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിലായത്. വടക്കഞ്ചേരി പരുവാശ്ശേരി സ്വദേശി പ്രിൻസിയാണ് പിടിയിലായത്. ലക്കിടി സ്വദേശിയായ റിട്ടയർഡ് റവന്യൂ ഉദ്യോഗസ്ഥനാണ് തട്ടിപ്പിന് ഇരയായത്. ബന്ധം വീട്ടുകാരെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് യുവതി പണം തട്ടിയെടുത്തത്. വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ ചേരുകയാണ്. ഇക്ബാൽ, ഉയർന്ന സ്ഥാനത്തിരുന്ന ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു തട്ടിപ്പിൽ ചെന്ന് തലവെച്ച് കൊടുത്തിരിക്കുകയാണ്. 20 ലക്ഷം രൂപയാണ് നഷ്ടമായത്. എന്താണ് ഈ സ്ത്രീയുടെ ഒരു തട്ടിപ്പ് രീതി? കൂടുതൽ ആളുകളെ ഈ സ്ത്രീ തട്ടിപ്പിൽ കുടുക്കിയിട്ടുണ്ടോ? പാലക്കാട് വടക്കഞ്ചേരി പരുവാശ്ശേരി USB ഗാർഡനിൽ താമസിക്കുന്ന പ്രിൻസിയെയാണ് ഇപ്പോൾ ഒറ്റപ്പാലം പോലീസ് ഈ തട്ടിപ്പിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സൗഹൃദം സ്ഥാപിച്ച് റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനെ കബളിപ്പിച്ചാണ് പ്രിൻസി 20 ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നത്. സൗഹൃദത്തിന്റെ പേരിൽ ആദ്യം പ്രിൻസി ഈ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ലക്കിടി സ്വദേശിയിൽ നിന്നും ആദ്യം വില കൂടിയ മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും കൈക്കലാക്കുന്നു. പിന്നീട് തനിക്കൊരു വീട് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 5 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ വാങ്ങുന്നത്. പിന്നീട് പലപ്പോഴായി പല കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും അതുപോലെ തന്നെ പറ്റിച്ചും ഈ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രിൻസി 20 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് പോലീസിൽ ഈ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥർ നൽകിയ പരാതി എന്ന് പറയുന്നത്. ഇരുവരും തമ്മിലുള്ള സൗഹൃദ ബന്ധം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അറിയിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു ഈ പണവും മൊബൈൽ ഫോണുകളും എല്ലാം പ്രിൻസി തട്ടിയെടുത്തു എന്നുള്ളതാണ് FIR-ലും പറയുന്നത്. ഏതായാലും പ്രിൻസിയെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഇരകളുടെ കൂട്ടത്തിൽ ഇനിയും സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതാണ് സംശയക്കാരം. പ്രിൻസിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകളാണ് പോലീസിന് ഈ സംശയം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഒറ്റപ്പാലം പോലീസ് വ്യാപകമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് ഈ വിഷയത്തിൽ കടന്നിരിക്കുന്നത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ചില സൗഹൃദങ്ങളിലും ചില പ്രണയങ്ങളിലും എല്ലാം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ കേട്ടും കണ്ടും മനസ്സിലാക്കി മാത്രം പെരുമാറുക എന്നുള്ളതാണ്. ഓരോരുത്തരും സൂക്ഷിക്കുക.